എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് കേരളീയർക്ക് പൊതുവിലറിയാം. അതൊരു മറച്ചു വയ്ക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ ഇനിയും അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ദിലീപിനെ പോലെ അതിൽ 8ാം പ്രതിയായ ദിലീപിനകത്ത് പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ആളുകളെ ബോധ്യപ്പെടുത്താനോ ശ്രമിച്ചാൽ വിജയിക്കാത്ത നിലയിൽ അത് എല്ലാവരുടെയും മനസ്സിലുണ്ട്, എല്ലാവർക്കും കൃത്യമായി അറിയാം. ആ നിലയ്ക്ക് ഈ കേസ് എന്ന് പറയുന്നത് ഒരു വിധി പ്രഖ്യാപനത്തെക്കാൾ ഉപരിയായി കേരളീയ സമൂഹത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കേസാണ്. തുടക്കം മുതൽ ഈ 9 വർഷം പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ദിവസം ഫെബ്രുവരി 17 ഫെബ്രുവരി 17 രാത്രിയിലാണല്ലോ ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ആ രാത്രിയിൽ നടന്ന കാര്യത്തെക്കുറിച്ച് കേരളം ഒരിക്കലും മറക്കില്ല. അതൊരിക്കലും മറന്നു പോകാത്ത വിധത്തിൽ ഇംപ്രിൻ്റായി കിടക്കുന്ന ഒരു സംഗതിയാണ്. കേരളത്തിൽ സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ചുണ്ടാവുന്ന കേസുകളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള കേസായി. അത് സിനിമാ മേഖലയിലാണ് നടന്നത്. സിനിമാ പ്രവർത്തകർ ഉൾപ്പെട്ട കേസാണ് എന്നതുകൊണ്ടൊന്നും അത് സമൂഹത്തിൻ്റെ കേസല്ലാതായി മാറിയിട്ടില്ല. സമൂഹത്തിൽ സ്ത്രീയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേസായി അത് മാറുകയായിരുന്നു എന്നുള്ളതാണ്. അതൊരു ഒരു ഉരകല്ലാണ്. അത് വെച്ചിട്ടാണ് ബാക്കി എല്ലാ കേസുകളെയും പരിശോധിക്കപ്പെടുക. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന നമ്മൾ ആശ അച്ചി ജോസഫിൻ്റേത് ഉൾപ്പെടെയുള്ള കേസുകൾ നമ്മൾ പരിശോധിക്കുന്നത് ഈ ആക്ട്രസ് അനുഭവിച്ച അതുമായി ബന്ധപ്പെട്ടാണ്, അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മളതിനെയൊക്കെ കാണുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ആ കേസിന് കേരള ചരിത്രത്തിൽ തന്നെ ഒരു വലിയ പ്രാധാന്യം കൈവന്നു കഴിഞ്ഞിരുന്നു. അതിലെ ദിലീപ് എന്ന പ്രതി രക്ഷപ്പെട്ടെങ്കിലും ദിലീപ് എന്ന പ്രതിയെ ഒരു കാരണവശാലും ഇനി കേരളീയ സമൂഹം അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ തെളിവായി അദ്ദേഹത്തിൻ്റെ പിന്നീട് പുറത്തു വന്ന സിനിമകളൊക്കെ കേരളം അങ്ങേയറ്റത്തെ വെറുപ്പോടെ നിരാകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതേസമയം സിനിമയിലേക്ക് തിരിച്ചെത്തിയ ഈ നടി അഭിനയിച്ച സിനിമകൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന സിനിമ അനോമി എന്ന് പറയുന്ന സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. പൊതുവിൽ ആളുകൾ അത് സ്വീകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ആ സിനിമ കാണണം എന്ന നിലയിലുള്ള ആളുകളുടെ ഒരു താല്പര്യവും ഒരു ക്യാമ്പയിനും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് WCC തന്നെ ഒരു ക്യാമ്പയിൻ, ഈ മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ളൊരു ക്യാമ്പയിൻ ഇന്ന് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നടത്തുന്നുമുണ്ട്.